മാറ്റം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു IT ഹബ്ബായി കാക്കനാട് മാറുന്നു. പ്രധാനമായും ലുലു ടിങ് ടവറിൻ്റെ ഉദ്ഘാടനം വരാൻ പോകുന്നു അടുത്ത മാസം. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റി, ലുലു സൈബർ പാർക്ക്, അതോടൊപ്പം തന്നെ ഇൻഫോ പാർക്ക്, ഇതെല്ലാം ജസ്റ്റ് 800 മീറ്റേഴ്സേ ഉള്ളൂ. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. നടന്നു പോയി ജോലി ചെയ്യാവുന്ന രീതിയിലാണ്. ഈ ലൊക്കേഷൻ അത്രമാത്രം പ്രൈം ലൊക്കേഷനാണ്. ക്വാളിറ്റി ലിവിങ് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് നല്ലൊരു പ്ലേസ് ആണ് ഐഡന്റിറ്റി അർബൻ വില്ലേജ്. ഈ രണ്ട് തരത്തിലുള്ള ആളുകൾക്കും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന ആളുകൾക്ക്, അതുപോലെ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അവർക്ക് രണ്ടുപേർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഹായ് സർ. ഹായ് നിമി. നമ്മൾ കഴിഞ്ഞ വർഷത്തിലാണ് നമ്മുടെ ഈ ഐഡന്റിറ്റി അർബൻ വില്ലേജ് എന്ന് പറഞ്ഞ ഈ ഒരു വില്ല പ്രോജക്റ്റ് നമ്മുടെ ഒരു വ്ളോഗിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം എന്താണ് അതിൻ്റെ ഒരു റെസ്പോൺസ് ആ വ്ളോഗിൻ്റെ, അതൊന്ന് പറയാമോ? ഓക്കെ, ആദ്യമായി താങ്ക് യു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണല്ലോ ഐഡന്റിറ്റി അർബൻ വില്ലേജ് എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തത് നവംബറിലാണ്. ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്തത് നിമ്മിയുടെ ബ്ലോഗിലൂടെ തന്നെയാണ് നമ്മളത് ലോഞ്ച് ചെയ്തത്. പക്ഷേ അതിനുശേഷം നല്ല ഒരു റെസ്പോൺസ് നമുക്കുണ്ടായി. പ്രത്യേകിച്ച് നമുക്ക് US ബേസ് ചെയ്ത് നല്ലൊരു ഓഡിയൻസ്, പിന്നെ IT ബേസ് ചെയ്ത് കുറേ നല്ല പ്രൊഫൈലുള്ള നല്ല ഓഡിയൻസ്, നമുക്ക് കുറേ ക്ലോസ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിച്ചതും നല്ല റെസ്പോൺസ് ആയിരുന്നു കംപ്ലീറ്റ്ലി. ആ ഒരു ഫ്ലോ ഇപ്പോൾ തുടർന്ന് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ 46 വില്ലാസും ഓണത്തിന് മുമ്പായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. കാരണം നമുക്കിപ്പോൾ ക്ലോസ് ചെയ്തതിൻ്റെ പലതിൻ്റെ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ലാസ്റ്റ് 3 months ആയിട്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് ആ ബ്ലോഗ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. നല്ല ഓഡിയൻസിലേക്ക് പോകാൻ പറ്റി, അതും സീരിയസ് ഓഡിയൻസിലേക്ക്. ക്വാളിറ്റി ലീഡ്സ്, അതെ, സീരിയസ് ഓഡിയൻസ് ആയിരുന്നു, കംപ്ലീറ്റ്ലി സീരിയസ് ഓഡിയൻസ്. ആ റേഞ്ചിൽ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ, വളരെ ക്വാളിറ്റി ഉള്ള ലീഡ്സ് ആയിരുന്നു. അവർക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്, പലതും നന്നായിട്ട് ക്ലോസ് ചെയ്തു. അതാണ് അതിൻ്റെ ഒരു. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞിരുന്നു നമ്മൾ ഇതിൽ വന്ന കസ്റ്റമേഴ്സ് എല്ലാം നല്ല പ്രീമിയം കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടി. അപ്പോൾ അവരുടെ ആ ഒരു റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഈ പ്രോജക്റ്റിൽ അന്ന് പറഞ്ഞതിനേക്കാളും ആഡ് ഓൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, നമുക്ക് അന്ന് വന്നിട്ടുള്ള ലീഡ്സ് പ്രകാരം നമ്മുടെ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ, നമ്മുടെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് അവരുടെയും കൂടി കുറച്ച് ഐഡിയാസ് നമ്മൾക്ക് പറയുണ്ടായി. അങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയാം, നമ്മുടെ ഒരു ലക്ഷറി പ്ലസ് വെൽനെസ് എന്ന് പറയാം. കാരണം നമ്മുടെ കോവിഡിന് മുമ്പ് ഈ വെൽനെസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു. വേണമെങ്കിൽ വെൽനെസ് എടുക്കാം. കോവിഡിന് ശേഷം വന്നപ്പോൾ ലക്ഷറി എന്ന് പറയുന്നത് പുറമേ കാണുന്ന ലക്ഷറി അല്ല, പകരം ഓരോ ഇൻഡിവിജ്വാലിറ്റിക്കും ഹെൽത്ത് ഫോക്കസ് ചെയ്ത്, പണം മാത്രം പോരാല്ലോ, ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം വെൽനെസ് ഓറിയൻറ്റഡ് ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ജസ്റ്റ് ഡെലിവറി ഹോം എന്നുള്ള ഒരു പർപ്പസ് നിന്നിട്ട് നമ്മൾ പർപ്പസ്ഫുള്ളി അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ പിക്ക് ചെയ്യാൻ പറ്റുന്ന വെൽനെസ് ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് ഈ വീടുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആർക്കിടെക്ചർ ഡ്രോയിങ്സ് തന്നെ അങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരാൾ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്, വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിനെ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മളെ ഒരു പർപ്പസ് നമ്മൾ ഡ്രൈവ് ചെയ്തത്. അങ്ങനെ ഒരു വീടിൻ്റെ ലിവിങ് സ്പേസ് പ്ലസ് ഗ്രീനിഷ്, ഡൈനിങ് പ്ലസ് പാറ്റിയോ സ്പേസ്, കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ ഗ്രീനിഷ്, അതോടൊപ്പം തന്നെ ബെഡ്റൂം പ്ലസ് ഗ്രീനറി, അതോടൊപ്പം തന്നെ ബാത്റൂം. അത് 4 5 BHK വില്ലാസാണ് നമ്മുടെ വില്ലാസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബാത്റൂം എല്ലാം തന്നെ നമ്മൾ ഗ്രീനിഷുമായിട്ട് നേച്ചറുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുക. ഈ നേച്ചറിൻ്റെ 5 എലിമെൻറ്റ്സിനെ നമ്മൾ എടുത്തിട്ടാണ് അതിനെ ബിൽഡ് ചെയ്തത്. ഇപ്പോൾ 5 എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എയർ, വാട്ടർ, സ്പേസ്, ഫയർ, എർത്ത്. ഈ 5 എലിമെൻറ്റ്സിനെയും ആളുകൾ ലിവ് ചെയ്യുന്ന 5 ഏരിയാസിലും നമ്മൾ കണക്ട് ചെയ്താണ് ഈ 46 വില്ലാസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ നമ്മൾ ടോട്ടൽ പ്രോജക്റ്റ്, നമ്മൾ ഈ 4 ഏക്കർ പ്രോജക്റ്റിൽ ഒരു വില്ലാസിൽ, അതായത് ഒരു 5 സെൻറ്റിൻ്റെ വില്ല, 5 സെൻറ്റിൻ്റെ വില്ലയ്ക്കകത്ത് ഒരു 5 ട്രീസ്, ഫ്രൂട്ട്സ് ട്രീസ്, അതോടൊപ്പം തന്നെ 7 സെൻറ്റിനകത്ത് വരുമ്പോൾ 7 ട്രീസ്. അതിനുള്ള സ്പേസ് നമ്മൾ ഒരു സൈഡിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു പ്ലോട്ടിൻ്റെ 50% ആ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്, ബാക്കി 50% ലാൻഡ്സ്കേപ്പിനും ട്രീസിനും യൂസ് ചെയ്യുവാണ്. അങ്ങനെ പിന്നെ കോമൺ ഏരിയാസിൽ കംപ്ലീറ്റ് ട്രീസ് കൊണ്ടുവരാനുള്ള ഒരു രീതിയിൽ കോൺസെപ്റ്റിനെ തന്നെ മാറ്റി.
ഇപ്പോൾ നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള അനുപൻ്റെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ അനുപയുടെ കുറേ ഐഡിയാസ് ഇതിനകത്ത് പറഞ്ഞു കംപ്ലീറ്റ്ലി. കാരണം നമുക്ക് വന്നിരിക്കുന്ന എല്ലാം ഹയർ പ്രൊഫൈലാണ്. കാരണം സെലിബ്രിറ്റി ബേസ് ചെയ്തുള്ള കുറേ പ്രൊഫൈൽസ് വന്നിട്ടുണ്ട്. ഇൻഫോ പാർക്കിൽ ധാരാളം കമ്പനിമാരുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള VPs ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ സജഷൻസ് എന്ന് പറഞ്ഞാൽ ലക്ഷറി പ്ലസ് വെൽനെസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തൊരു ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. അപ്പോൾ ഐഡന്റിറ്റി എർത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഈ എർത്ത് എന്നുള്ള പേര് റെക്കമെൻഡ് ചെയ്തത് അനുപനാണ്. ഓക്കെ. പിന്നെയുണ്ടല്ലോ സാറേ, നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് സാർ പറഞ്ഞിരുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് 46 വില്ലയ്ക്ക് നമ്മൾ ജഗൂസി കൊടുക്കണേ എന്നുള്ളത്. സാധാരണ രീതിയിൽ കസ്റ്റമേഴ്സ് ഇങ്ങനെ നമ്മൾ ഈ പ്ലാൻ കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് അത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു ജക്കൂസിയൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഈ 46 വില്ലയ്ക്കും അങ്ങനെ ജക്കൂസി കൊടുക്കാം എന്നുള്ളൊരു ഡിസിഷനിൽ എത്തിയത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഈ പല പ്രോജക്റ്റിലും പൂൾ വില്ലാസ് ഉണ്ട് കംപ്ലീറ്റ്. ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ ഈ പൂൾ വില്ലാസിന് ഭയങ്കരമായിട്ട് മെയിൻ്റെനൻസ് ഉണ്ട്. നമ്മുടെ കോമൺ ഏരിയാസിൽ പൂളുണ്ട്, അത് ഓക്കെയാണ്. ഇൻഡിവിജ്വലിലേക്ക് വരുമ്പോൾ മെയിൻ്റെനൻസ് ചാർജ് ഭയങ്കര കൂടുതലാണ്. പിന്നെ അതിൻ്റെ ഒരു ഇനിഷ്യൽ ക്യൂരിയോസിറ്റി കാണാനുള്ള ഒരു ലക്ഷറി മാത്രമേ കാണുന്നുള്ളൂ പൂളിനകത്ത്. ഇനിഷ്യൽ ഫോട്ടോസ് എടുക്കാനും ആ ഒരു ഇനിഷ്യൽ ക്യൂരിയോസിറ്റിയിൽ വന്ന് കുളിക്കാൻ എടുക്കാനൊക്കെ ഉള്ള ഈ ബാത്ത് ടബും അതുപോലെ തന്നെയാണ്. ജസ്റ്റ് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത്, കിടക്കാൻ വേണ്ടി റിലാക്സേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ലൈഫിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറണമെങ്കിൽ ജഗൂസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. വെൽനെസ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. വെൽനെസ് ആകുമ്പോൾ ആളുകൾ യൂസ് ചെയ്യും ജഗൂസി ചെയ്യുമ്പോൾ. ജഗൂസിക്കകത്ത് നമ്മളൊരു 12 to 14 മസാജ് ഉണ്ട്, ഹൈഡ്രോ മസാജ് ഉണ്ട് അതിനകത്ത് കംപ്ലീറ്റ്ലി. അതോടൊപ്പം തന്നെ FM ഉണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഒത്തിരി സ്പെക്കുള്ള ഒരു ജഗൂസി എന്ന് പറയുമ്പോൾ അത് മെയിൻ്റെനൻസ് ഫ്രീ ആണ് കംപ്ലീറ്റ്ലി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജഗൂസി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, ആളുകളെ ലൈഫ് സ്റ്റൈലിനെ എങ്ങനെ മാറ്റാം എന്നുള്ളത് നമ്മൾ ശ്രമിച്ചത്. അപ്പോൾ ഈ ജഗൂസി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്ലോർ കംപ്ലീറ്റ്ലി നമ്മൾ ചേഞ്ച് ചെയ്തു. സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് വെൽനെസ്സിന് ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തേക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ ഈ ജഗൂസി പ്ലസ് ഗാർഡൻ ആണ്. ജഗൂസിക്ക് ഇരിക്കുമ്പോൾ ജഗൂസി പ്ലസ് ഗാർഡൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഗസീബോ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫ് ടോപ്പ് ഗാർഡൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് നമ്മുടെ സ്കോപ്പിലാട്ടോ, ഒരു വില്ലയുടെ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ്. അതോടൊപ്പം തന്നെ ജിം ഏരിയ, യോഗ ഏരിയ, അതോടൊപ്പം തന്നെ ഹോം തിയേറ്റർ, ഇതെല്ലാം നമ്മൾ ആ സെക്കൻഡ് ഫ്ലോർ വെൽനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആ ഐഡന്റിറ്റി എർത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ അതാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തെടുക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആക്കണം. അത് ഓൾ പ്രോജക്റ്റിലും ഓരോ വില്ലയ്ക്കകത്ത് നമ്മൾ അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വീട്ടിലേക്ക് വരുമ്പോൾ വളരെ ഒരു പോസിറ്റീവ് മൈൻഡോടെ വരാമെന്നുള്ളൊരു ഒരാളുടെ ലൈഫ് സ്റ്റൈലിനെ കണക്ട് ചെയ്താണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം ലക്ഷറി എന്ന് പറയുന്നതിനെ ചിലപ്പം എന്താ പറയുക ഒരു ഇൻറ്റീരിയലായിട്ട് മാത്രം കൺസിഡർ ചെയ്യുന്ന ആളുകളുണ്ട്, കാണുന്ന കാഴ്ചയിൽ മാത്രം റിച്ച്നെസ് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അങ്ങനെ ആയിരുന്നല്ലോ പഴയകാല കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ലക്ഷറി എന്ന് പറയുന്നത് വെൽനെസ് കണക്ട് ചെയ്ത് അവരുടെ ഹെൽത്ത്, നമ്മളറിയാലോ ഇപ്പം നല്ല ഫുഡ് കഴിക്കുന്നത് തന്നെ പ്രീമിയം ആയിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ്ലി നല്ല ഫുഡിലേക്ക് വരണമെങ്കിൽ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റീസ്, നല്ല ഹെൽത്തി വെൽത്തി ആയിട്ടുള്ള പേഴ്സൺസ്, ഇതല്ലേ ഒരു നല്ല ഗോൾ സെറ്റുള്ള നല്ല മൈൻഡ് സെറ്റുള്ള ആളുകൾക്കുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കുള്ളൊരു കമ്മ്യൂണിറ്റി. അതും ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ ലൊക്കേഷൻ്റെ നടുവിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളതിനകത്ത് നമ്മുടെ പർപ്പസ് തന്നെ അങ്ങനെയാണ്. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആ വെൽനെസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റ്. പിന്നെ ഈ ലൊക്കേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ വ്ളോഗിൽ നമ്മളത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിരുന്നു. അതായത് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ലുലുവിന്റെ ട്വിൻ ടവറിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് അല്ലേ? അതായത് നമ്മൾ പല ആൾക്കാർ ഇപ്പൊ ഇൻഫോ പാർക്ക് എന്ന് പറഞ്ഞാലും 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ദൂരമുള്ളതൊക്കെ നമുക്ക് ഇൻഫോ പാർക്ക്. ഇതെനിക്ക് തോന്നുന്നു ഇൻഫോ പാർക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതിനെക്കുറിച്ച് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുമ്പോൾ, കാരണം ഇപ്പം നമ്മൾ കൊച്ചിയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈസ്റ്റ് സൈഡ് ഓഫ് കൊച്ചിയാണ് ഏറ്റവും നല്ല ഡെവലപ്മെന്റ് നടക്കുന്നത്. അതിന്റെ സെൻട്രൽ പ്ലേസ് ആയി നിൽക്കുന്നത് കാക്കനാടാണ്. ഇപ്പോൾ മെട്രോ കണക്ടിവിറ്റി വരാൻ പോകുന്നു. ആ മെട്രോ കണക്ടിവിറ്റി വരുന്നതോടുകൂടി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആവും, കംപ്ലീറ്റ്ലി ഡബിൾ ആവും. അതോടൊപ്പം തന്നെ ഈ കാക്കനാട് വരാൻ പോകുന്ന മാറ്റം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു IT ഹബ്ബായി കാക്കനാട് മാറുന്നു. പ്രധാനമായും ലുലു ടിങ് ടവറിന്റെ ഉദ്ഘാടനം വരാൻ പോകുന്ന അടുത്ത മാസം. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റി, ലുലു സൈബർ പാർക്ക്, അതോടൊപ്പം തന്നെ ഇൻഫോ പാർക്ക്, ഇതെല്ലാം ജസ്റ്റ് 800 മീറ്റേഴ്സേ ഉള്ളൂ. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്, നടന്നു പോയി ജോലി ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിതിന്. ഈ ലൊക്കേഷൻ അത്രമാത്രം പ്രൈം ലൊക്കേഷനാണ്. രണ്ടാമത്തെ കേസ് 5 സ്റ്റാർ ഹോട്ടലായിട്ടുള്ള നോവോട്ടൽ, ഷെറാട്ടൻ്റെ 4 പോയിന്റ്സ്, ഇതൊക്കെ ഒരു 1 കിലോമീറ്ററിനകത്താണ്. ഓക്കെ, സ്കൂൾസ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പബ്ലിക് സ്കൂള് ഒരു 200 മീറ്ററിനടുത്താണ് ഇന്ത്യൻ പബ്ലിക്. നമ്മുടെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് ഇന്ത്യൻ പബ്ലിക് സ്കൂളാണ്. നമ്മുടെ ഫ്രണ്ട് ബൗണ്ടറി എന്ന് പറയുന്നത് മർത്തോമ സ്കൂളാണ്. മർത്തോമ സ്കൂൾ 100 മീറ്റർ മാത്രം യാത്ര ചെയ്താൽ
മർത്തോമ സ്കൂളിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ ഏറ്റവും എന്താ പറയുക പ്രീമിയം ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്, ബ്രാൻഡ് റെസ്റ്റോറൻറ്റ്സ്, ബർഗർ കിങ്സ് ആയാലും മക്ഡി ആയാലും ഇതെല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട്. നല്ല എല്ലാ ബാങ്കുകൾ നമ്മൾ തൊട്ടടുത്തുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു പ്രൈം ലൊക്കേഷനാണ്. ഈ ലൊക്കേഷനിലെ ഒരു വില്ല പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇതുപോലെ സസ്റ്റൈനബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വില്ല പ്രോജക്റ്റ്, ഒരു പ്രീമിയം കമ്മ്യൂണിറ്റി തന്നെയാണ് നമ്മളിത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നീടല്ലേ സാറേ ഒത്തിരി സ്പെസിഫിക്കേഷനും അമ്യൂണിറ്റീസിനും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മുടെ ഐഡൻറ്റിറ്റി അർബൻ വില്ലേജ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അമ്യൂണിറ്റീസ് തന്നെ ഒരു 30+ അമ്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആണെങ്കിലും റെഡ് ബ്രിക്ക് കൺസ്ട്രക്ഷൻ, അങ്ങനെ ഒത്തിരി നല്ല പ്രീമിയം സ്പെക്കാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇനി ഇതിനകത്ത് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ക്വാളിറ്റിയാണ്. കാരണം നമ്മൾക്ക് ആദ്യം തന്നെ നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തത് റെഡ് ബ്രിക്സ് ആണ്. ഏറ്റവും ക്വാളിറ്റി ഉള്ള റെഡ് ബ്രിക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. റെഡ് ബ്രിക്സ് ആകുമ്പം നമ്മുടെ കോൺസെപ്റ്റായിട്ട് ഒത്തിരി ഇണങ്ങി നിൽക്കുന്ന ഒരു ബ്രിക്സ് ആയതുകൊണ്ട് നാച്ചുറൽ ഫീൽ കിട്ടുമല്ലോ. അപ്പോൾ ഈ റെഡ് ബ്രിക്സ് ആകുമ്പോൾ ഓൾറെഡി കോളം ഫൂട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ കോളം ഫൂട്ടിങ് ബേസ്ഡ് ആണ്. ഇത് നല്ല ഉറപ്പുള്ള മണ്ണാണ്. പക്ഷേ എങ്കിലും നമ്മൾ കോളം ഫൂട്ടിങ് തന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി. അതിലുപരി നമ്മളെല്ലാ റൂമും അത് G+2 ആണ്. എല്ലാ റൂമിലും നമ്മൾ കോളം ഫൂട്ടിങ് ബേസ് ചെയ്ത് പില്ലർ കൺസെപ്റ്റാണ് കംപ്ലീറ്റ്. അത് 3 നിലയും അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ടച്ചോട് കൂടിയാണ് നമ്മൾ ഇതിനെ പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്ര സ്ട്രോങ് ആണ്, കംപ്ലീറ്റ്ലി സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മളെല്ലാ റൂമിൻ്റെ ഓരോ എൻഡിലും പില്ലർ വരുന്ന രീതിയിൽ. അപ്പോൾ ഒരു വില്ലയ്ക്കകത്ത് ഒരു 12 to 18 പില്ലേഴ്സ് വരും. അത് 4ഉം 5ഉം ആകുമ്പോൾ സൈസ് വ്യത്യാസം വരുമല്ലോ കംപ്ലീറ്റ്ലി. അതിനകത്ത് കോളം ഫൂട്ടിങ്ങോട് കൂടിയാണ് നമ്മൾ ഇതിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വാളിറ്റിക്ക് നമ്മളൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ്ലി. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്പെക്കിനെ കുറിച്ച് പറയുമ്പോൾ CP ഫിറ്റിങ്സ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രോഹയും ടോട്ടോയും ആണ്. ജർമ്മൻ ബ്രാൻഡും ആണ് ഗ്രോഹയും. ടോട്ടോ എന്ന് പറയുമ്പോൾ ജപ്പാനാണ്. അപ്പം ഇത് ഒരു ഹൈലി പ്രീമിയം ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒരു 5 സ്റ്റാർ ഫെസിലിറ്റീസ് വരുന്ന രീതിയിലാണ് ബാത്റൂം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഗ്രോഹയുടെ ഒരു അക്വ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, ഒരു ഷവർ ഉണ്ട്, റെയിൻ ഷവർ മിസ്റ്റ് കമ്പൈൻ ചെയ്തിട്ടുള്ള. ആ ഷവറിന് മാത്രം 1.5 lakhs rupees ആണ്. ഓക്കെ, ഇതിനകത്ത് സ്പെക്കിലേക്ക് വരും. സ്പെക്കിൽ ഇൻക്ലൂഡഡ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത്ര പ്രീമിയം ആയിട്ടുള്ള സ്പെക്ക് നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ വുഡൻ ഫ്ലോറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഇൻഡോർ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സ്കോപ്പിൽ തന്നെ കംപ്ലീറ്റ്. 1 രൂപ പോലും ഒരാൾ ലാൻഡ്സ്കേപ്പിന് വേണ്ടി ചെലവഴിക്കണ്ട എന്നാണ്. കാരണം ഇതിനകത്ത് ഇൻഡോർ ആയിട്ട് വരുമ്പോൾ എല്ലായിടത്തും നമ്മൾ പാഷ്യോ കണക്റ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡൈനിങ്ങിലായാലും ശരി, ബെഡ്റൂമിൽ, എല്ലാ ടോയ്ലറ്റ്സിലും ഉൾപ്പെടെ എല്ലാ ടോയ്ലറ്റ്സിലും പാഷ്യോ കണക്റ്റഡ് ആണ്. കംപ്ലീറ്റ്ലി ഗ്രീനിഷും സ്കൈ ഒക്കെ കാണുന്ന രീതിയിലാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രൈവസിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് താനും. അപ്പോൾ അത്രയും നല്ലൊരു സ്പെക്കാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്. ഇപ്പോൾ ടൈൽസ് ആയാലും ശരി, നമ്മൾ ഖജാരിയ ആണ്, നമ്മൾ സിംബോളും ഖജാരിയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. എല്ലാം വലിയ ടൈൽസ് ആണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം സ്പെക്കിനകത്ത് നമ്മളൊരു കോംപ്രമൈസ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ലാർജ് ഗ്ലാസ് വിൻഡോസ് ആണ്, ഡിഫറെൻറ്റ് ഗ്ലാസ് വിൻഡോസ് ആണ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ നാച്ചുറൽ ലൈറ്റ്സ് കറക്റ്റായിട്ട് കിട്ടും. അതൊരു റിസോർട്ട് സ്റ്റൈൽ ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് എല്ലായിടത്തും, അതായത് എല്ലാ ബെഡ്റൂമും എല്ലാ ഡൈനിങ് ഏരിയയിലും എല്ലാം തന്നെ നമ്മൾ ഈ രീതിയിൽ തന്നെ നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ ടൈപ്പിലുള്ള വിൻഡോസ് ഒക്കെ നമ്മൾ മാറ്റിയിട്ട് ഫ്യൂച്ചറിലെ ആളുകൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ലിവ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു റിസോർട്ട് സ്റ്റൈലിൽ ലിവിങ്, അല്ലെങ്കിൽ നേച്ചർ കണക്ട് ചെയ്യാൻ, നേച്ചറിനെ കണക്ട് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അമ്യൂണിറ്റീസിലേക്ക് വരുമ്പോൾ 30+ അമ്യൂണിറ്റീസ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിമ്മി മനസ്സിലാക്കേണ്ട കേസ്, ഈ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു പെർസെൻറ്റിൻ്റെ പ്രൈസ് ഭയങ്കര വലുതാണ്. ഇവിടെ ഒരിക്കലും ഇത്രയും വലിയൊരു അമ്യൂണിറ്റീസിന് സാധ്യത പലപ്പോഴും പല ബിൽഡേഴ്സിനും പറ്റത്തില്ല കംപ്ലീറ്റ്ലി. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ ഈ കോൺസെപ്റ്റും ഈ കമ്മ്യൂണിറ്റിയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പർപ്പസ്ഫുള്ളി ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ആ ഒരു ലൈഫ് സ്റ്റൈൽ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു അമ്യൂണിറ്റീസിന് പ്രാധാന്യം കൊടുത്തത്. ഒരു ചെറിയ ഫുട്ബോൾ ടർഫ് നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഫുട്ബോൾ ടർഫാണ്. അതിനകത്ത് മൾട്ടി ടർഫാണ്, ക്രിക്കറ്റും ഫുട്ബോളും കൂടി ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. വലിയ ക്ലബ് ഹൗസ് ഉണ്ട്. അതിനകത്ത് ക്ലബ് ഹൗസിനോട് കൂടി സ്വിമ്മിംഗ് പൂള്, അത് ബേബി പൂളും 2 പൂളും ഉണ്ട് കംപ്ലീറ്റ്ലി. അതോടൊപ്പം തന്നെ ഇൻഡോർ ഗെയിംസും കംപ്ലീറ്റ്ലി നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബില്ലിയാർഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ മീറ്റിംഗ് റൂംസുകളുണ്ട്. അതോടൊപ്പം തന്നെ കോ വർക്കിംഗ് സ്പേസ് നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് ലോഞ്ച് നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിജുനേഷൻ പാത്ത് നമ്മൾ പുറത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇൻഡോർ ജിമ്മ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഔട്ട്ഡോർ ജിമ്മ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം സീനിയർ സിറ്റിസൺസ് ആകെ ചിലപ്പോൾ ഇൻഡോർ ജിമ്മിന് പ്രിഫറൻസ്, ചിലപ്പോൾ അവർക്ക് താല്പര്യമൊന്നും നടക്കുന്ന ഒരു ജോഗിങ് ഒക്കെ പോയിട്ട് വന്നിട്ട് ഔട്ട്ഡോർ ജിമ്മാണ്. അപ്പോൾ കിഡ്സ് ഏരിയയുടെ ഒപ്പം തന്നെ നമ്മൾ ഔട്ട്ഡോർ ജിമ്മും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ആ പ്രോജക്റ്റിൻ്റെ കോൺസെപ്റ്റ് അങ്ങനെയാണ് കംപ്ലീറ്റ്ലി. പിന്നെ നമുക്ക് റീഡിങ് ഏരിയ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും
റിജുനേഷൻ ബാത്തുകളൊക്കെ കംപ്ലീറ്റ് പ്രീമിയം കമ്മ്യൂണിറ്റി എങ്ങനെ അതെ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ക്ലബ് ഹൗസ് കംപ്ലീറ്റ് സോളാർ ബേസ്ഡ് ആണ്. സസ്റ്റൈനബിലിറ്റിക്ക് നമ്മൾ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും നമ്മൾ സോളാർ ബേസ് ചെയ്താണ് കംപ്ലീറ്റ്ലി. അതോടൊപ്പം തന്നെ നമ്മൾ 6 മീറ്റർ റോഡാണ് മെയിൻ റോഡ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സൗകര്യം നമ്മൾ അതിനകത്ത് ഒരുക്കുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് നമ്മളതിനകത്ത് കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്. അങ്ങനെ സസ്റ്റൈനബിലിറ്റിക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ഗ്രീനിഷ് ലിവിങ്ങിനാണ് നമ്മൾ ഇത്രയും പ്രൈം ലൊക്കേഷൻ ഇമ്പോർട്ടൻറ്റ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രൈസിങ് ആണ്. കാരണം ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയാണ്, അതിൽ നമ്മൾ എല്ലാ പ്രീമിയം അമ്യൂണിറ്റീസും ഏറ്റവും പ്രീമിയം സ്പെക്കും കൊടുക്കുന്നു. കാരണം ഇത് നിങ്ങളുടെ ആദ്യത്തെ പ്രോജക്റ്റാണ്. അപ്പം ഇതൊരു സിഗ്നേച്ചർ പ്രോജക്റ്റായിട്ട് വരേണ്ട ഒരു പ്രോജക്റ്റാണ്. അപ്പം അതിൻ്റെ ഒരു പ്രൈസിങ് പാർട്ട് ഒന്ന് പറയാമോ സാറേ? ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2.5 CR 2.5 CR തൊട്ട് ഒരു 3.6 CR വരെ ഉള്ള 4 വേരിയൻ്റ് ആണ്. അത് 5 സെൻറ്റ്, 5.5 സെൻറ്റ്, 7 സെൻറ്റ്, 7.5 സെൻറ്റ്, അങ്ങനെ 4 വേരിയൻ്റ് ആണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് തന്നെ നമ്മൾ 4 BHK ആണ്. അപ്പോൾ 4 BHKയുടെ 2 വേരിയൻറ്റും ഉണ്ട്, 5 BHKയുടെ 2 വേരിയൻ്റ് ഉണ്ട്. സ്ക്വയർ ഫീറ്റ് ഒരു 2800 സ്ക്വയർ ഫീറ്റ് തൊട്ട് 4100 സ്ക്വയർ ഫീറ്റ് വരെയാണ്. 7 സെൻറ്റിലും 7.5 വരുമ്പോൾ 4100 സ്ക്വയർ ഫീറ്റ് ആ റേഞ്ച് വരുന്നുണ്ട്. വലിയ വില്ലാസ് ആണ്. മിനിമം നമുക്ക് 4 BHK ആണ്. മിനിമം നമുക്ക് 4 BHK. 4 BHKയുടെ ഒപ്പം തന്നെ സെർവർ റൂം ഉണ്ട്, ബാത്റൂം, ഒരു ഓഫീസ് റൂം ഉണ്ട്. ഇതെല്ലാം അതിന്റെ കൂടെ വരുന്നതാണ്. അതായത് 4 ബെഡ്റൂം കൂടാതെ അതിന്റെ കൂടെ ഓഫീസ് റൂമും സെർവർ റൂമും വരുന്നുണ്ട്, അതിന്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ കസ്റ്റമൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ പോസിബിൾ ആണോ സാറേ? നമുക്കൊരു ചെറിയ റേഞ്ചിലുള്ള കസ്റ്റമൈസേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിപ്പം വന്നിട്ടുള്ള കസ്റ്റമേഴ്സിൽ 1-2 പേരെ ചെറിയ കസ്റ്റമൈസേഷൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇത് തന്നെ ആ ഒരു പ്ലാൻ തന്നെ ഹാപ്പിയാണ്, അതിനകത്ത് തന്നെ ഫോളോ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി. കാരണം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു റിട്ടേൺസ് ഫ്യൂച്ചറിൽ ഉണ്ടാകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 3 ഇയർ കാക്കനാട് കംപ്ലീറ്റ്ലി മാറും. ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം ലൊക്കേഷൻ, ഒരു മിഡ് സ്പോട്ട് ആകും. കൊച്ചിയുടെ ഒരു മിഡ് സ്പോട്ടായി കാക്കനാട് മാറും. കാരണം ഇപ്പോൾ നമ്മുടെ കാക്കനാട് കല്ലൂരിൽ നിന്ന് നമ്മുടെ കാക്കനാടേക്ക് വരുന്ന മെട്രോ എക്സ്പാൻഷൻ, വാട്ടർ മെട്രോൻ്റെ കണക്ടിവിറ്റി നമ്മുടെ 2 സൈഡിലും വരുന്നു. വില്ലയുടെ ഒരു സൈഡിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കടമ്പിയാറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്തെ സൈഡ് വരുന്നു. ഇപ്പോൾ 2 സൈഡിലും വാട്ടർ മെട്രോ കണക്ടിവിറ്റി വരുന്നുണ്ട്. ആ കടമ്പിയാർ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. ഫേസ് 3 ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടുത്തെ കമ്മ്യൂണിറ്റി ലിവിംഗ് എന്ന് പറയുന്ന ഈ ഒരു വില്ല പ്രോജക്റ്റിന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇനി കിട്ടാനില്ല. അവിടെ ഒരു യൂണിറ്റ് ഇനി കിട്ടാനെന്ന് വെച്ചാൽ നമ്മുടെ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ്ലി ആ ഒരു ഏരിയയിൽ. ഒരു ഇൻഫോ പാർക്കിൻ്റെ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലേക്ക് വരുമ്പോൾ നമ്മുടെ മാത്രമാണ് ആ റേഞ്ചിൽ. പലപ്പോഴും ലൊക്കേഷൻ അല്ലാതെ ഇൻഫോ പാർക്കിന് 10 മിനിറ്റ്സ് ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് പ്രസിങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ പള്ളിക്കര, കിഴക്കമ്പലം ഒക്കെയാണ്. ഈ ഒരു സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് വരുമ്പോൾ അവിടെ വാല്യൂ ഭയങ്കര ഹയറാണ്. അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര അസറ്റാണ്. പിന്നെ റെൻ്റൽ ഇൻകത്തിൻ്റെ കേസിലും വരുമ്പോൾ ഈ സെലിബ്രിറ്റി ബേസ് ചെയ്തുള്ള ആളുകളൊക്കെയാണ് കൂടുതലും അവിടെ വില്ല കംപ്ലീറ്റ്ലി വരുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസ് ഒക്കെ ഡിസ്കഷനിലുണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി. അതോടൊപ്പം തന്നെ ഈ ഒരു VP റേഞ്ചിലുള്ള ആളുകളാണ് IT-യിലൊക്കെ വരുന്നത് കമ്പനി. പിന്നെ ബിസിനസ് ആയിട്ടുള്ള ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകൾ, NRIs. പിന്നെ നമ്മുടെ ഇപ്പം സ്റ്റാർ ഹോട്ടൽസ് ആയാലും നോവോട്ടല്, 4 പോയിന്റ്സ്, ഇതിലൊക്കെ ആളുകൾ താമസിക്കുന്ന അതേ സൗകര്യം നമ്മളിവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ എവരുടെയൊക്കെ ഡയറക്ടേഴ്സായിട്ടുള്ള ആളുകൾക്ക്, ഗസ്റ്റുകൾക്കൊക്കെ താമസിക്കാൻ ഒരു സൗകര്യം കൊടുക്കുന്നത്. അപ്പോൾ ആ ഹൈ റെന്റിലാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് ROI ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പിന്നെ ക്വാളിറ്റി ലിവിങ് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് നല്ലൊരു പ്ലേസ് ആണ് ഐഡന്റിറ്റി അർബൻ വില്ലേജ്. ഈ 2 തരത്തിലുള്ള ആളുകൾക്കും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന ആളുകൾക്ക്, അതുപോലെ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അവർക്ക് 2 പേർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. അതെ, അതുപോലെ നമ്മൾ സാറിനോട് പറഞ്ഞിരുന്നു, റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഇപ്പം നമ്മളുടെ ഒരു ബ്ലോഗ് കണ്ടുവരുന്നവർക്കൊരു ഓഫർ പോലെ എന്തെങ്കിലും നമുക്കിതിൽ ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ. ഇപ്പം നമ്മളിപ്പോൾ NRIസിൻ്റെ ഒരു സീസണാണല്ലോ കംപ്ലീറ്റ്ലി. ഇപ്പം മെയ് ജൂൺ NRIs ഒക്കെ വരുന്ന ഒരു സീസണായിട്ട് നമ്മളൊരു 10 lakhs rupeesന് ഇവിടെ ബ്ലോഗ് കണ്ടുവരുന്നവർക്കൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കാമെന്നാണ് നമ്മുടെ ഒരു തീരുമാനം കംപ്ലീറ്റ്ലി. ഓക്കെ, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഫസ്റ്റ് ബ്ലോഗിൽ തന്നെ നമുക്കൊരു 40% നമുക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ്ലി ആയിട്ടുണ്ട്. നമുക്കൊരു ഓണത്തിന് മുമ്പായിട്ട് കംപ്ലീറ്റ് തീരും എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫ്ലോ അനുസരിച്ച് വരുമ്പോൾ കംപ്ലീറ്റ്ലി. കാരണം ആളുകൾ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി. പ്രത്യേകിച്ച് ആ ലൊക്കേഷനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോൺസെപ്റ്റ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ ഈ ഒരു NRI സീസൺ നമ്മൾ പരിഗണിച്ചുകൊണ്ട് നമുക്കൊരു 10 lakhs rupees ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ ഇതിൻ്റെ ലീഗൽ ഇതിലേക്ക് വരുമ്പോൾ റെറ, അതുപോലെ ബാങ്ക് അപ്രൂവൽസ്, അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ റെറ യഥാർത്ഥത്തിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള പല ആളുകൾക്കും കൺഫ്യൂസിങ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ബിൽഡേഴ്സ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വിളിക്കുമ്പോൾ പഴയ പോലെ പണ്ടൊക്കെ എന്തെങ്കിലും ദുരനുഭവങ്ങളുള്ള ആളുകളുണ്ട് കംപ്ലീറ്റ്ലി. പലയിടത്തും പൈസ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്.
പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത്, ഇന്ന് റെറ ബേസ് ചെയ്താണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. റെറയിൽ ലിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. പലപ്പോഴും പ്ലോട്ട് മാത്രം റെറയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, ലാൻഡ് പ്ലസ് കൺസ്ട്രക്ഷനിലേക്ക് പോകുന്ന ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വില്ല മൊത്തം കംപ്ലീറ്റ് റെറയിൽ ലിസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവർ 3 month ഓഡിറ്റിംഗ് ഉള്ളതാണ് റെറ, അറിയാം. അപ്പോൾ റെറയിലേക്കാണ്, റെറ അക്കൗണ്ടിലേക്കാണ് ആളുകൾ ഫണ്ട് ഇടുന്നത്. റെറ നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്. ഇപ്പോൾ ഇവർ 3 month മോണിറ്റർ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ, നമുക്കൊന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് അത് കംപ്ലീറ്റ് എത്രയും വർക്ക് നടന്നിട്ടുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ്, ആർക്കിടെക്ചറിൻ്റെ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ നമ്മുടെയും കൂടി ഓതറൈസ് ചെയ്ത് ഈ 4 പേഴ്സണാലിറ്റിയും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഓരോ വിഡ്രോയിൽ റെറാവിന് ഫണ്ട് വിഡ്രോ ചെയ്തെടുക്കുന്നത്. അത്രമാത്രം സെക്യൂർ ആയിരിക്കും. ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അങ്ങനെ ഒരു വലിയ ടെൻഷൻ വേണ്ട, സ്ട്രെസ്ഫുൾ ആയിട്ട് നമുക്ക് വന്നിരിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിലെ മേജർ ബ്രാൻഡ്സ് അപ്രൂവ് ആയിട്ടുണ്ട്, പ്രോജക്റ്റ് അപ്രൂവൽ ആയിട്ടുണ്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ സെയിൽ എഗ്രിമെന്റ് തന്നെ അവർ ഫണ്ട് ചെയ്യാൻ തയ്യാറാണ്. കസ്റ്റമറുടെ എലിജിബിലിറ്റി മാത്രം ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് SBI, കാനറ ബാങ്ക് എല്ലാം വരുന്നുണ്ട്, മേജർ ബാങ്ക്, HDFC ഒക്കെ അതിനകത്ത് അപ്രൂവ് ആയിട്ടുണ്ട്, പ്രോജക്റ്റ് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ലീഗൽ വെരിഫിക്കേഷൻ വേണമെങ്കിൽ അവരുടെ അഡ്വക്കേറ്റ്സിൻ്റെ എല്ലാ ലീഗൽ വെരിഫിക്കേഷനും നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊരു കസ്റ്റമർ വിളിക്കുമ്പോൾ ഇനി ലീഗൽ വെരിഫിക്കേഷൻ വേണമെന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഈ ബാങ്കിൻ്റെ അപ്രൂവൽസ് ആയിട്ടുള്ള ലീഗൽ അഡ്വക്കേറ്റ്സിൻ്റെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റും കംപ്ലീറ്റ്ലി കൊടുക്കും. പിന്നെ റെറ ഉണ്ട്. ഇതെല്ലാം ബേസ് ചെയ്ത് വരുമ്പോൾ ആളുകൾക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമാണ്. ഇപ്പോൾ റെറ ഉള്ളതുകൊണ്ട് ഒരു പ്രോജക്റ്റിലേക്ക് വരാൻ വേണ്ടി ഒരു വിശ്വാസം. ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളാണെങ്കിലും ഒരു ബിൽഡർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആദ്യം ചോദിക്കുന്നതാണ് നിങ്ങൾ റെറ. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം റെറ വന്നത് ഭയങ്കര ഉപകാരമായി എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റിൽ പലപ്പോഴും ഡാമേജ് പറ്റുന്നത് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി. അപ്പം നമുക്കൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉറപ്പായിട്ടുണ്ടാവും, കംപ്ലീറ്റ്ലി ഉറപ്പായിട്ടുണ്ടാവും. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃത്യമായി അതിനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാവും. മനസ്സിലായി, അക്കൗണ്ടിങ് കൃത്യമായി നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. പലപ്പോഴും പല ബിസിനസ്സുകളും പലപ്പോഴും ആണെങ്കിൽ ഈ മാർച്ചിനിൽ കിടന്ന് ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണല്ലോ. നമ്മൾ എവറി 3 month ഇതിനെ ഓഡിറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. കംപ്ലീറ്റ്ലി എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ എല്ലാ പ്രോഗ്രസ്സും നമ്മൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ നമ്മളും മോണിറ്റർ ചെയ്യുന്നത്, നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആളുകളെ സംബന്ധിച്ചോളം കസ്റ്റമേഴ്സ് സംബന്ധിച്ചോളം സേഫാണ്. അപ്പോൾ നമുക്ക് രണ്ടാമതൊരു വ്ളോഗായിട്ട് ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇപ്പം നമ്മളീ പറഞ്ഞ കോൺസെപ്റ്റ്സ് ഒക്കെ എല്ലാം നല്ല രീതിയിൽ അതവിടെ കൊണ്ടുവരാനായിട്ട് പറ്റട്ടെ. അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ എടുത്തവരുടെ ഒക്കെ വർക്ക് അത്യാവശ്യം നല്ല നടക്കുന്നുണ്ട് അല്ലേ. അതുപോലെ മോക്ക്വില്ലയുടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു സ്റ്റേജിൽ അല്ലേ, അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഓണം അടുപ്പിച്ച് നമുക്ക് ഒന്നും കൂടി ഇരിക്കാം. അപ്പോൾ ആളുകൾക്ക് ഇതിന്റെ ഒരു അപ്ഡേറ്റ്സ് കംപ്ലീറ്റ്ലി കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നിലവിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പബ്ലിക് ഹോംസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ പേര് പോലെ തന്നെയാണ്, ഞങ്ങളുടെ ഐഡന്റിറ്റി ആയിരിക്കും ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് സെൻറ്റർ ഓഫ് കൊച്ചിയിൽ നിൽക്കുന്ന ഒരു പ്രോജക്റ്റ്, എക്കാലവും ഞങ്ങൾക്ക് അടുത്തൊരു പ്രോജക്റ്റിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ്. ഇവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്റ്റ് ഒരു ഐഡന്റിറ്റി ആവണം. അവരുടെ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഐഡന്റിറ്റി ആവണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ രൂപകൽപ്പന ചെയ്യുന്നത്, അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ എലമെന്റ്സും നമ്മൾ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓണം അടുപ്പിച്ച് നമുക്ക് ഒന്നും കൂടെ കാണാം. അപ്പോൾ നമുക്കും ആ ഒരു അപ്ഡേറ്റ്സ് ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു വ്ളോഗിൽ ചെയ്തതിനേക്കാളും ഒത്തിരി അപ്ഡേറ്റ്സ് എനിക്ക് തോന്നുന്നു സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഗ്രീനറിയും കാര്യങ്ങളും അതുപോലെ തന്നെ അടുത്ത് ഇതിന്റെ ലാൻഡ്സ്കേപ്പ് ഇപ്പോൾ മഴക്കാലം വരുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി. കാരണം ഭയങ്കര വെയിലായിരുന്നല്ലോ ഇപ്പോൾ. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്കൊരു ഓണത്തിന് ഇരുന്നാൽ നല്ല അടിപൊളിയായിട്ടൊന്ന് കാണിക്കാൻ പറ്റും. അടുത്ത ആൾക്ക് ഇതിന്റെ ഒരു ഔട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വ്ളോഗുമായിട്ട് കാണാം. താങ്ക് യു.